അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിന്റെ 13ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നാളെ 13ാമത്തെ പകലാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മറ്റന്നാൾ ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും പവിത്രതകളേറെയുള്ള ശഅബാൻ 15ാം രാവ് ബറാഅത്ത് രാവിലേക്ക് നമ്മൾ കടക്കുന്നു. മറ്റന്നാളെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ് കേട്ടോ. നാളെ ഞായറാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് ബറാഅത്ത് രാവ് വരുന്നു. ചൊവ്വാഴ്ച പകലാണ് ശഅബാൻ 15ന്റെ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത്. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും വേണ്ടത് എന്താണെന്നറിയോ? അത് തഖ്വയാണ്, അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ നിസ്കരിച്ചാലൊന്നും നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. നിസ്കാരം മാത്രമല്ല, ഒരു ഇബാദത്തും അള്ളാഹു തആല സ്വീകരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കാണും, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സഹോദരി, ഒരു ഉമ്മ, അവർ റോഡിൻ്റെ നടുവിൽ ഒരു മുസല്ല വിരിച്ചിട്ട് നിസ്കാര കുപ്പായമിട്ട് നിസ്കരിക്കുന്നു. സംഭവം അത് വലിയൊരു പ്രതിഷേധമൊക്കെ ആയി. പല മീഡിയ ചാനലുകളും എടുത്ത് ചർച്ചയ്ക്ക് വെച്ചു. ഒരു കാര്യമില്ല, എന്നാലും മുസ്ലിമാണല്ലോ, ഒരു നിസ്കാരമല്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഭയങ്കര ചർച്ചയായി. സംഭവം ആ ഉമ്മ, അവരുടെ കുടുംബത്തിൽ എന്തോ ഒരു സ്വത്ത് തർക്ക പ്രശ്നമുണ്ട്. അപ്പോൾ അത് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രതിഷേധ മാർഗമാണത്. എന്ത്? നടു റോട്ടിൽ പോയി ഒരു പെണ്ണ് നിസ്കരിക്കുന്നു. അത് മുസല്ല വിരിച്ച് ഒരു വെള്ള നിസ്കാര കുപ്പായമിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ അതെല്ലാവരും ചർച്ചക്കെടുക്കുന്നു. ആളുകൾ വണ്ടി നിർത്തുന്നു, നടു റോട്ടിലാണ് വണ്ടികൾ നിർത്തുന്നു, എന്ത് കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു ഫയലൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വരുന്നു, അവരെ കൊണ്ടുപോകുന്നു, ചർച്ചയാകുന്നു, അവരുടെ വിഷയം അത് പരിഹരിക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അവരുടെ ലക്ഷ്യം നല്ലതായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ചില സ്വത്ത് തർക്കമുണ്ട്, അതൊന്ന് പരിഹരിച്ച് കിട്ടണം. പക്ഷെ മാർഗം അത് തെറ്റായിപ്പോയി. മാർഗം എന്ന് പറഞ്ഞാൽ നടു റോട്ടിൽ നിസ്കരിക്കുന്ന രൂപത്തിലാണ് അവരെടുത്ത ആ ഒരു മാർഗം. ചിലപ്പോൾ അത് അവർക്ക് ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തതാവാം. നമ്മുടെ ചുറ്റുപാടും നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്ന പലരും ഉണ്ടാകും. പക്ഷെ അവരൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നമ്മളെ അടിച്ചു താഴ്ത്താനും നമ്മളെ തീവ്രവാദിയാക്കാനും ഇവിടെ ജിഹാദികളാണെന്ന് പറയാനൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരു വടിയെറിഞ്ഞു കൊടുക്കലായി പോയി ഈ കാര്യമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം അത്തരത്തിലാണ് ഒരുപാട് ചർച്ചകൾ നമ്മുടെ ചാനലിലൂടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലോ ഒരിക്കലും നമ്മുടെ ദീനിന്റെ കാര്യങ്ങളെ എടുത്തിട്ട്, നമ്മുടെ ദീനിയായ ചിഹ്നങ്ങളെ എടുത്തിട്ട് ഒരിക്കലും നിങ്ങളൊരു പ്രതിഷേധ മാർഗമാക്കാൻ നിൽക്കരുത്. അത് മുസ്ലിം സമുദായത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായി മാറും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? നല്ല ഇഖ്ലാസ് വേണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് ഇന്നത്തെ സുന്ദരമായ ഈ രാവിൽ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സും നമ്മുടെ ദുആയും എല്ലാം പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. വിശുദ്ധമായ സൂറത്തു യാസീനിലെ പുണ്യമായ ഒരു വചനമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന പുണ്യമായ ഒരു വചനമാണ്. അതൊരു ദിക്റായിട്ടും അതൊരു ദുആയായിട്ടും അതൊരു ഖുർആൻ ആയത്തായിട്ടും എങ്ങനെയാണെങ്കിലും നമുക്ക് ഓതാം. ഒരുപാട് നേട്ടങ്ങൾ അത് പറഞ്ഞാൽ കിട്ടുമെന്നാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല ഈ വാചകത്തിന്റെ എന്തൊക്കെ ബർക്കാത്തുകളുണ്ടോ മുഴുവനും നമുക്ക് തരട്ടെ. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം,
سلام قولا من رب رحيم 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 പരിശുദ്ധമായ റജബ് മാസം കഴിഞ്ഞാലും ഷഅബാനിലാണ് നമ്മൾ ഉള്ളത്. ഈ ദുആ നമ്മൾ മറക്കാതെ പറയണേ. ഏത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്നിച്ച് എല്ലാവർക്കും പറയാം. അല്ലാഹു തആല കഴിഞ്ഞുപോയ റജബിൽ നമുക്ക് തന്നിട്ടുള്ള ബറക്കത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ശഅബാനിൽ അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഐശ്വര്യവും തരട്ടെ. റമളാൻ മാസത്തിലേക്ക് നമ്മളെ അല്ലാഹു ആഫിയത്തോടു കൂടി എത്തിക്കട്ടെ. പറഞ്ഞു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن
اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാടുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകൾ പറയൂലേ, അതല്ലാത്ത രൂപത്തിലും ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ നമുക്ക് ചേർത്ത് പറഞ്ഞാലോ? അള്ളാഹു തആല ഇതിൻ്റെ വലിയ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു തആല മാറ്റിത്തരട്ടെ. ചൊല്ലിക്കോ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഹൗക്കല എന്ന ഒരു പുണ്യമായ ദിക്റുണ്ട്. ഹൗക്കല ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്ന് ഏറ്റവും ലഘുവായതാ. 99 നമ്മുടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പുണ്യമായ ആ ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്കത് കുറച്ചുവട്ടം പറഞ്ഞ് നല്ലവണ്ണം ശേഷം ദുആരക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് പരിചയപ്പെടുത്തിയ എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള 2 ദിക്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല ദിക്റിന്റെ വലിയ മഹത്വം കൊണ്ട് എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ സിഹ്റും അല്ലാഹു തആല ബാത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم
അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. സ്വലാത്ത് എത്ര കണ്ടാലും ചൊല്ലിയാൽ മതി വരാത്ത ഒരു മാസമാവണം ഈ പരിശുദ്ധമായ ശഅബാൻ മാസം. അല്ലാഹു തആല സ്വലാത്ത് അധികരിപ്പിക്കും തോറും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനാമിൽ സ്വപ്നത്തിൽ മുത്തായ ഹബീബിനെ കാണാൻ, ആ റൗദ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ, ഹൗദുൽ കൗസറിൽ നിന്നും നബിതങ്ങളുടെ കൈകൾ കൊണ്ട് കോരിത്തരുന്ന ആ പാനീയം കുടിക്കാൻ, നബിയോടൊപ്പം സ്വർഗത്തിൽ അള്ളാനെ കണ്ടിരിക്കാൻ പടച്ചവൻ നമുക്ക് വലിയ അവസരം തരട്ടെ. അതിനുവേണ്ടി ചൊല്ലിക്കോ, മനസ്സിൽ കരുതി ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അനവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ പടച്ച റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഐശ്വര്യത്തിലാക്കണേ അല്ലാ. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ, പുതുപ്പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ മലക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ അവരെയും നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള നല്ല ബോധം തരണേ അല്ലാ, നന്മകൾ അധികമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധമായ റജബ് മാസമൊക്കെ കടന്നുപോയി ഞങ്ങളിപ്പോൾ ഉള്ളത് വിശുദ്ധമായ പുണ്യങ്ങളേറെ നിറഞ്ഞ ശഅബാൻ മാസത്തിലാണ്. റബ്ബേ, ശഅബാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ നോമ്പുകൾ, റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ പ്രയാസ പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. നീ മാറ്റി എല്ലാവിധ ഖൈറും തരണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ, ഐശ്വര്യം തരണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കൊടുക്കണേ അല്ലാ. ആരോഗ്യമില്ലാത്തവരുണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെയും അല്ലാതെ നേരിട്ടും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ദുആ വസിയത്ത് പറയുന്ന നൂറ് സഹോദരി സഹോദരന്മാർ, റഹ്മാനെ, അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പല അസുഖങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. നീ കാക്കണേ
കാക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് റബ്ബേ ആരോടും വെറുപ്പില്ലാതെ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് റഹ്മാനെ ഒരുപാട് അമലുകൾ ചെയ്ത് എല്ലാവരോടും സലാം പറഞ്ഞ് എല്ലാവരോടും പൊരുത്തം ചോദിച്ച് കെലിമ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ റഹ്മാനായ അല്ലാ, വിശുദ്ധമായ പവിത്രമായ ബറാഅത്ത് രാവ് ഞങ്ങളിലേക്ക് വരികയാണ്. വളരെ കാത്തിരിക്കുന്ന ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന രാവാണ് റബ്ബേ. ആ രാവിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ആഫിയത്തോടെ എത്തിക്കണേ അല്ലാ, ആരോഗ്യത്തോടുകൂടി എത്തിക്കണേ അല്ലാ. ബറാഅത്തിന്റെ സുന്ദരമായ രാവിൽ അല്ലാഹുവേ 3 യാസീൻ നല്ല റാഹത്തായി ഓതാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നീ ഖബൂലാക്കണേ അല്ലാ. ചൊവ്വാഴ്ച പകൽ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട്, അതുപോലെ തിങ്കളാഴ്ചയും ഞങ്ങളൊക്കെ നോമ്പ് പിടിക്കുന്നവരാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ എല്ലാ നോമ്പിനും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇന്ന് നോമ്പുള്ളവരുണ്ടായിരുന്നു, റഹ്മാനെ നീ ഖബൂലാക്കണേ അല്ലാ. ശഅബാൻ 15-ാം രാവിന്റെ ബറാഅത്ത് രാവിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ബറാഅത്ത് രാവിന്റെ പുണ്യം നീ കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും ബറാഅത്ത് രാവിന്റെ പുണ്യം തരണേ അല്ലാ. ബറാഅത്ത് രാവിന്റെ പുണ്യം കിട്ടാത്ത ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട്. ഞങ്ങളെ എല്ലാവരെയും അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. പരിശുദ്ധമായ ശഅബാൻ, ഈ ശഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാ. റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന സഹോദരിമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനുള്ള അവസരം തരണേ അല്ലാ. ഈ മാസം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ ഖബൂലാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഖൈറായ സമയത്ത് ആ പുണ്യമായ മക്കയിലും മദീനയിലും ചെല്ലാൻ, നല്ലപോലെ ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് എക്സാമുകൾ വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലപോലെ പഠിക്കാനും ആ മക്കൾ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂലിയത്ത് ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുന്നു. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിനും അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നാളെ കാണാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.